നമസ്കാരം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്ന തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂർ ജില്ലയിൽ മൊത്തം 13 നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത്. 13 നിയോജക മണ്ഡലങ്ങളിൽ ഏകദേശം എല്ലാ നിയോജക മണ്ഡലങ്ങളും പിടിച്ചെടുക്കും എന്നുള്ളതാണ് UDFിൻ്റെ അവകാശവാദം. ഒരു കാലഘട്ടത്തിൽ UDFിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു തൃശ്ശൂർ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ തട്ടകമായിരുന്നു തൃശ്ശൂർ. പക്ഷേ ആ തട്ടകത്തിൽ തൃശ്ശൂർ പാർലമെന്റിലേക്ക് നടന്ന മത്സരത്തിൽ ലീഡർ ശ്രീ കെ കരുണാകരനും അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള കെ മുരളീധരനും തൃശ്ശൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ചരിത്രമാണ്. എങ്കിലും നമുക്ക് തൃശ്ശൂർ ജില്ലയിലേക്ക് വരുന്ന സമയത്ത് ആദ്യം നമുക്ക് തൃശ്ശൂർ അസംബ്ലി നിയോജക മണ്ഡലം പരിശോധിച്ച് നോക്കാം. 2021 നടന്ന നിയമസഭാ ഇലക്ഷനിൽ പി ബാലചന്ദ്രൻ 44,263 വോട്ട് നേടുകയും 946 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. അദ്ദേഹം CPI-കാരനായിരുന്നു. 2021 നടന്ന മത്സരത്തിൽ പത്മജ വേണുഗോപാലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്നത്. സുരേഷ് ഗോപിയായിരുന്നു BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് തൃശ്ശൂരിൽ നടന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൽ നിന്ന് മാറിയതിനു ശേഷം നമ്മൾ 2025 നടന്ന ത്രിതല പഞ്ചായത്തിൽ തൃശ്ശൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ UDFിൻ്റെ ലഭിച്ച വോട്ട് 49,226 വോട്ടും LDFിന് ലഭിച്ചത് 39,260 വോട്ടും BJPക്ക് ലഭിച്ചത് 25,470 വോട്ടുമാണ്. അവിടെ മൊത്തം 9,966 വോട്ടിന്റെ മേൽക്കൈ ഇത്തവണ ത്രിതല പഞ്ചായത്തിൽ UDFിന് ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്രാവശ്യം തൃശ്ശൂരിൽ പി ബാലചന്ദ്രന് പകരമായിട്ട് മത്സരിക്കാൻ സാധ്യതയുള്ളത് ഒരുപക്ഷെ VS സുനിൽകുമാർ ആകാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. സാധ്യതകൾ മാത്രമാണ്. പി ബാലചന്ദ്രന് ഒരു ടൈം മാത്രമേ ആയിട്ടുള്ളൂ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അത് കൂടാതെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന പത്മജ വേണുഗോപാൽ മത്സരിക്കാൻ സാധ്യതയുള്ള ഒരു നിയോജക മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ ഇപ്രാവശ്യം പക്ഷേ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടായിരിക്കും മത്സരിക്കുക. ഇതൊക്കെയാണ് രാഷ്ട്രീയത്തിലെ കൗതുകം എന്ന് പറയുന്നത്. 2021 തൃശ്ശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആൾ തന്നെ 2026 ആകുമ്പോഴത്തേക്ക് BJP സ്ഥാനാർത്ഥിയാകുന്ന അത്ഭുത കാഴ്ച. അവിടെ നിന്ന് നമ്മൾ നാട്ടികയിലേക്ക് വരുന്ന സമയത്ത് നാട്ടികയിൽ 51,639 വോട്ടുകളാണ് ഇപ്രാവശ്യത്തെ ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDFിന് നേടാനായത്. LDFിന് നേടാനായത് 56,345 വോട്ടും BJPക്ക് 38,492 വോട്ട് നേടാനായി. 4,706 വോട്ടിന്റെ മേൽക്കൈ നേടാനായിട്ട് LDFിന് സാധിച്ചിട്ടുണ്ട് നാട്ടികയിൽ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം CPIയിലെ CC മുകുന്ദൻ 72,930 വോട്ടുകൾ നേടുകയും 28,431 വോട്ടിന്റെ വലിയ ഒരു ഭൂരിപക്ഷം കരസ്ഥമാക്കുകയും ചെയ്തിരുന്നു. അവിടെ നിന്നാണ് അവരുടെ ഭൂരിപക്ഷം അല്ലെങ്കിൽ മേൽക്കൈ എന്ന് പറയുന്നത് 4,706 വോട്ടുകളിലേക്കായിട്ട് ചുരുങ്ങിയത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഏതെങ്കിലും ശക്തമായൊരു മത്സരം നാട്ടികയിൽ നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യതകൾ കുറവാണ്. കാരണം ഈ ത്രിതല പഞ്ചായത്തിലെ ഭൂരിപക്ഷം കുറഞ്ഞത് അത്ര വലിയ കാര്യമായിട്ട് പരിഗണിക്കേണ്ടതില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. എങ്കിൽ തന്നെയും UDFിന്റെ ഒരു റെഡ് അലേർട്ട് മണ്ഡലമാണ് നാട്ടിക എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അവിടെ നമ്മൾ ഗുരുവായൂരിലേക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം NK അക്ബർ CPMന്റെ 77,072 വോട്ടുകൾ നേടുകയും 18,268 വോട്ടിന്റെ ബഹുഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ് വിജയിച്ചത്. ഇപ്രാവശ്യം ഗുരുവായൂർ ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDFിന് 65,454 വോട്ടുകളും അതോടൊപ്പം തന്നെ LDFിന് 66,735 വോട്ടും BJPക്ക് 24,083 വോട്ടുമാണ് ലഭിച്ചത്. LDF അവിടെ 1,281 വോട്ടിന്റെ ഭൂരിപക്ഷം ഗുരുവായൂരിൽ LDFിനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചിരുന്ന 18,000 നിന്നാണ് 1,281 വന്നിട്ടുള്ളത്. അവിടെയും LDFിന് റെഡ് അലേർട്ട് തന്നെയാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. അവിടെ നിന്ന് പിന്നെ നമ്മൾ മണലൂരിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ മുരളി CPIന്റെ 78,337 വോട്ടുകൾ നേടുകയും 29,876 വോട്ടിന്റെ ഒരു വലിയ ഭൂരിപക്ഷം സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്രാവശ്യം വരുമ്പോഴത്തേക്ക് UDF നേടിയത് 57,997 വോട്ടും അതോടൊപ്പം തന്നെ LDF നേടിയത് 66,628 വോട്ട്, BJP നേടിയത് 34,604 വോട്ട്, 8,631 വോട്ടിന്റെ ഭൂരിപക്ഷം മണലൂര് LDFിന് ഉണ്ട്. എങ്കിൽ തന്നെയും കഴിഞ്ഞ പ്രാവശ്യത്തെ 29,876 എന്ന സംഖ്യ CPM മറക്കരുത്, അല്ലെങ്കിൽ LDF മറക്കരുത്. ശക്തമായ മത്സരം തന്നെയാണ് 2026 അവിടെ കാത്തിരിക്കുന്നത് എന്നുള്ള ഒരു ഓർമ്മ CPMന് ഉണ്ടാകുന്നത് നല്ലതാണ്. അവിടെ നമ്മൾ കുന്നംകുളത്തേക്ക് വരുന്ന സമയത്ത് കുന്നംകുളത്ത് ശ്രീ AC മൊയ്തീൻ
CPIM-ന്റെ ആളാണ് മത്സരിച്ചിരുന്നത്. 75,532 വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത്. അന്ന് 2021 അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 26,631 വോട്ടുകളായിരുന്നു. കുന്നംകുളത്ത് ഇപ്രാവശ്യം ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 55,695 വോട്ടുകളാണ് UDF-ന് ലഭിച്ചിട്ടുള്ളത്. LDF-ന് 68,113, 28,678 വോട്ടാണ് BJP-ക്ക് നേടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. 12,418 വോട്ടുകളുടെ ഭൂരിപക്ഷം കുന്നംകുളത്ത് LDF-നുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, കുന്നംകുളവും AC മൊയ്തീനും ഒക്കെ ഒരുപാട് വിവാദങ്ങളിൽ പെട്ടതാണ്. അങ്ങനെ വിവാദങ്ങളിൽ പെട്ടിട്ടും 12,418 വോട്ടിന്റെ ഒരു മേൽക്കൈ നേടാനായിട്ട് LDF-ന് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെ നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. അവിടെ നിന്ന് നമ്മൾ വടക്കാഞ്ചേരിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് വടക്കാഞ്ചേരിയിൽ കഴിഞ്ഞ പ്രാവശ്യം സേവ്യർ ചിറ്റിലപ്പള്ളി CPM 81,026 വോട്ടുകൾ നേടുകയും 15,168 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനുമാണ് അദ്ദേഹം വിജയിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്രാവശ്യം CPM-ന് നേടാൻ സാധിച്ചിട്ടുള്ളത് 66,848 വോട്ട് UDF-നും 67,994 വോട്ട് LDF-ഉം 30,683 വോട്ട് BJP നേടിയിട്ടുണ്ട്. 1,146 വോട്ടിന്റെ വളരെ ചെറിയൊരു ഭൂരിപക്ഷം മാത്രമാണ് അവിടെ LDF-നുള്ളത്. അതും വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു റെഡ് അലേർട്ട് ആണ് വടക്കാഞ്ചേരി എന്നുള്ള കാര്യം CPM-ന് ഓർമ്മിപ്പിക്കുന്നു. അതേസമയം UDF-കാരോട് പറയാനുള്ളത്, ആഞ്ഞു പിടിച്ചാൽ ഒരുപക്ഷെ നിങ്ങളുടെ കൈവശം ഇരിക്കാൻ സാധ്യതയുള്ള ഒരു നിയോജക മണ്ഡലമാണ് വടക്കാഞ്ചേരി. വടക്കാഞ്ചേരിയിൽ നമ്മൾ നേരെ ചേലക്കരയിലേക്ക് വരുന്ന സമയത്ത് ചേലക്കരയിൽ കഴിഞ്ഞ പ്രാവശ്യം K. രാധാകൃഷ്ണൻ, അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പിലും വലിയൊരു ഭൂരിപക്ഷത്തോടു കൂടി തന്നെയായിട്ടാണ് ജയിച്ചിട്ടുള്ളത്. K. രാധാകൃഷ്ണൻ കഴിഞ്ഞ പ്രാവശ്യം നേടിയിരുന്നത് 83,415 വോട്ടുകളാണ്. ഭൂരിപക്ഷം വന്ന് 39,400 ആണ്. അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലും LDF-ന് തന്നെയാണ് വിജയം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഈ പ്രാവശ്യം നടന്ന ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF-ന് 58,213 വോട്ടും LDF-ന് 67,253 വോട്ടും BJP-ക്ക് 33,943 വോട്ട് ലഭിച്ചു. അവിടെ LDF-ന്റെ ലീഡ് എന്ന് പറയുന്നത് 9,040 വോട്ടുകൾ മാത്രമാണ്. 2021-നെയും 2024-നെയും വെച്ച് നോക്കുമ്പോൾ ഭൂരിപക്ഷം വളരെ കുറവാണ് ചേലക്കരയിൽ എന്ന കാര്യം ഓർക്കുക. റെഡ് അലേർട്ട് എല്ലാ നിയോജക മണ്ഡലത്തിലും റെഡ് അലേർട്ട് തന്നെയാണ്. കാരണം കഴിഞ്ഞ 2021 നേടിയിട്ടുള്ള ഭൂരിപക്ഷത്തേക്കാൾ വളരെ കുറഞ്ഞ ഒരു ഭൂരിപക്ഷത്തിലേക്കാണ് ഇവിടെ LDF മേൽക്കൈ നേടിയിട്ടുള്ളത് എന്നുള്ള കാര്യം LDF വളരെ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. തൃശ്ശൂർ ജില്ലയിൽ ആഞ്ഞു പിടിച്ചാൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ UDF-നും സാധിക്കും എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. കൊടുങ്ങല്ലൂര് VR സുനിൽകുമാർ 71,457 വോട്ടുകളാണ് 2021 നേടിയത്. CPI-യുടെ സ്ഥാനാർത്ഥിയാണ്. 23,893 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് VR സുനിൽകുമാർ വിജയിച്ചിട്ടുള്ളത്. ഇന്ന് നമുക്ക് നോക്കുമ്പോൾ UDF 50,686 വോട്ട് നേടുന്നു. അതോടൊപ്പം തന്നെ LDF 60,490 വോട്ടുകൾ നേടുന്നു. 36,026 വോട്ട് BJP നേടുന്നു. മൊത്തം LDF-ന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 9,804 കുറയുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ 23,893 നിന്നാണ് ഈ പറഞ്ഞ 9,804 കുറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ജാഗ്രത പുലർത്തേണ്ട മറ്റൊരു മണ്ഡലം തന്നെയാണ് കൊടുങ്ങല്ലൂർ എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അടുത്ത് നമ്മൾ കയ്പമംഗലത്തേക്ക് വരുന്ന സമയത്ത് കയ്പമംഗലത്ത് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് വിജയിച്ച CPI-യുടെ ET ടൈസൺ ആണ്. ET ടൈസൺ 73,161 വോട്ടുകൾ നേടി 22,698 വോട്ടുകൾക്കാണ് വിജയിച്ചത്. ഇപ്രാവശ്യം നമ്മൾ ത്രിതല പഞ്ചായത്തിൽ നോക്കുന്ന സമയത്ത് UDF-ന് 44,906 വോട്ടുകളും അതോടൊപ്പം തന്നെ LDF-ന് 63,602 വോട്ടുകളും BJP-ക്ക് 28,868 വോട്ടുകളും 18,696 വോട്ടിന്റെ ഒരു ഭൂരിപക്ഷം കയ്പമംഗലത്ത് CPIM-നുണ്ട്. ഇത് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ഇത് ഉറച്ച കോട്ട തന്നെയാണ് കയ്പമംഗലം. LDF-ന്റെ ഒരു തരത്തിലും അവിടെ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് UDF-ന് സാധിക്കത്തില്ല. അവിടെ നമ്മൾ ചാലക്കുടിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഏക UDF MLA ഉള്ള ഒരു സ്ഥലമാണ് ചാലക്കുടി എന്ന് പറയുന്നത്. ചാലക്കുടിയിൽ TJ സനീഷ് കുമാർ ജോസഫ് INC 61,888 വോട്ടുകളാണ് നേടിയത്. 1,057 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് TJ സനീഷ് കുമാർ ജോസഫ് വിജയിച്ചത്. ഇപ്രാവശ്യം ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 63,336 വോട്ടിന്റെ ഒരു മേൽക്കൈ UDF-നുണ്ട്. 51,454 വോട്ടാണ് LDF-ന് നേടാൻ സാധിച്ചിട്ടുള്ളത്. അവിടെ BJP-ക്ക് 18,307 വോട്ടുകൾ നേടാൻ സാധിച്ചിട്ടുണ്ട്. 11,882 വോട്ടിന്റെ ഒരു ഭൂരിപക്ഷം അവിടെ LDF സ്ഥാനാർത്ഥിക്ക് ഉണ്ട്.
ഒരുപക്ഷെ ഇപ്രാവശ്യം അവിടെ കേരള കോൺഗ്രസ് എമ്മിന്റെ സീറ്റാണ്. അവിടെ ഒരുപക്ഷെ ഡെന്നീസ് കെ ആന്റണി മത്സരിച്ചേക്കാം. അതല്ല മറിച്ച് CPM ആ സീറ്റ് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റേതെങ്കിലും ഒരാൾ സ്ഥാനാർത്ഥിയായിട്ട് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഒരുപാട് സ്ഥാനാർത്ഥികൾ അവിടെ LDFനും UDFനും ഉണ്ട്. ഏതെങ്കിലും നിലവിലത്തെ MLA മാറ്റാനായിട്ടുള്ള സാധ്യതകളില്ല അവിടെ. അടുത്ത നമ്മൾ ഇരിങ്ങാലക്കുടയിലേക്കാണ് വരുന്നത്. ഇരിങ്ങാലക്കുടയിൽ മന്ത്രി R ബിന്ദുവിന്റെ മണ്ഡലമാണ്. R ബിന്ദുവിന്റെ മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം അവർ നേടിയിരുന്നത് 62,493 വോട്ടാണ്. 5,949 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അവർ ഇരിങ്ങാലക്കുടയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്രാവശ്യവും ഇരിങ്ങാലക്കുടയിൽ 53,041 വോട്ട് UDFനും 59,729 വോട്ട് LDFനും 35,094 വോട്ട് BJPക്കും ലഭിക്കുമ്പോൾ 6,688 വോട്ടിന്റെ ഒരു മേൽക്കൈ അവിടെ നേടുന്നത് CPM ആണ്, അല്ലെങ്കിൽ LDF ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ 5,949 ഭൂരിപക്ഷത്തിൽ നിന്ന് 6,688 മേൽക്കൈയിലേക്ക് ഉയരാനായിട്ട് LDFന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സീറ്റിൽ മത്സരത്തിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പരിശോധിക്കേണ്ടി വരും. അവിടെ നമ്മൾ പുതുക്കാടേക്ക് വരുന്ന സമയത്ത് KK രാമചന്ദ്രൻ CPIMന്റെ ആണ്. 73,365 വോട്ടുകളാണ് 2021 നേടിയത്. അന്ന് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 27,353 വോട്ടുകളാണ്. ഇപ്രാവശ്യം നമുക്ക് നോക്കാം പുതുക്കാട് അവസ്ഥ എന്താന്ന്. 52,598 വോട്ടുകളാണ് UDFന് നേടാനായത്. LDFന് 62,351 വോട്ടുകൾ. അതോടൊപ്പം തന്നെ BJPക്ക് 38,687 വോട്ടുകൾ. അവിടെ 9,753 വോട്ടിന്റെ ഒരു മേൽക്കൈ LDFനുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, 27,353 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നാണ് 9,753 ഒരു മേൽക്കൈയിലേക്ക് LDF താണിരിക്കുന്നത്. അവിടെയും റെഡ് അലേർട്ട് നൽകേണ്ടതുണ്ട്, ജാഗ്രത പുലർത്തേണ്ടതുണ്ട് LDF എന്നാണ് പറയാനുള്ളത്. അടുത്തത് അവസാന മണ്ഡലമായ ഒല്ലൂരിലേക്ക് വരുന്ന സമയത്ത് അവിടെ K രാജൻ CPIയുടെ 76,657 വോട്ടുകളാണ് നേടിയത്. 21,506 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം വിജയിച്ചത്. ഈ ത്രിതല പഞ്ചായത്തിലേക്ക് വരുന്ന സമയത്ത് ഒല്ലൂര് UDFന് 60,128 വോട്ട്, LDFന് 66,594 വോട്ട്, BJPക്ക് 23,873 വോട്ട്. അപ്പോഴും അവിടെ LDFന്റെ ഒരു മേൽക്കൈ എന്ന് പറയുന്നത് 1,466 വോട്ടുകളിലേക്കായി കുറഞ്ഞിരിക്കുന്നു. അതായത് 21,000-ൽ നിന്നും ഏകദേശം 20,000 വോട്ടിന്റെ ഒരു വ്യത്യാസം ഒല്ലൂർ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ഗൗരവകരമായിട്ട് ജാഗ്രത പുലർത്തേണ്ട ഒരു സ്ഥലമാണ് ഒല്ലൂർ എന്ന കാര്യത്തിൽ UDFും LDFനും സംശയം വേണ്ട. UDF ഒന്നുത്സാഹിച്ചാൽ നേടിയെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വിജയിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഒല്ലൂർ എന്ന കാര്യം കൂടി ഓർമ്മയിൽ വെക്കുക. അതുകൂടാതെ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം BJPയുടെ വോട്ട് ബാങ്കിലെ ഒരു വർധനമാണ്. തൃശ്ശൂര് അവര് 25,470 വോട്ടുകളാണ് നേടിയിട്ടുണ്ട്. നാട്ടികയിൽ 38,492 വോട്ടുകൾ, ഗുരുവായൂരിൽ 24,083 വോട്ട്, മണലൂരിൽ 34,604 വോട്ട്, കുന്നംകുളത്ത് 28,678 വോട്ട്, വടക്കാഞ്ചേരിയിൽ 30,683 വോട്ട്. കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായിരുന്നു വടക്കാഞ്ചേരി എന്ന് പറയുന്നത്. ചേലക്കര 33,943 വോട്ട്, കൊടുങ്ങല്ലൂര് 36,026 വോട്ട്, കയ്പമംഗലം 28,868 വോട്ട്, ചാലക്കുടി 18,307 വോട്ട്, ഇരിങ്ങാലക്കുട 35,094 വോട്ട്, പുതുക്കാട് 38,687 വോട്ട്, ഒല്ലൂര് 23,873 വോട്ട്. കൃത്യമായ ഒരു വോട്ട് ബാങ്ക് BJPക്ക് തൃശ്ശൂർ ജില്ലയ്ക്കകത്ത് ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയായിട്ട് എല്ലാ മുന്നണികളും അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. പാലക്കാട്, തിരുവനന്തപുരത്തിന് ഒപ്പം തന്നെ കൃത്യമായിട്ടുള്ള ഒരു വോട്ട് ബാങ്കുള്ള ജില്ലയായി BJPക്ക് തൃശ്ശൂർ മാറുന്നു എന്ന കാര്യം ഇരു മുന്നണികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നാളെ എറണാകുളവുമായിട്ട് തിരിച്ചു വരാം. നന്ദി, നമസ്കാരം.